ഒരു നാടിൻ്റെ ഭാവി ഇന്നത്തെ യുവത്വത്തിലാണ്. ഏറ്റവും അധികം നമ്മൾ വർക്ക് ചെയ്യേണ്ടതും ഇന്നത്തെ യുവജനങ്ങളിലാണ്. അങ്ങനെ 27 വർഷമായി ഈ ഒരു മേഖലയിൽ, ട്രെയിനിങ് മേഖലയിൽ ജോലി ചെയ്യുന്ന, ഈ യൂത്തുമായിട്ട് ഏറ്റവും അധികം ഇൻട്രാക്ട് ചെയ്യുന്ന ഒരാളാണ് ഏറ്റവും ചെറുപ്പക്കാരനായ പ്രിയപ്പെട്ട സുനിൽ കുരുവിള സാറിന് ഈ സെഷനിലേക്ക് സ്വാഗതം. സീറോ എഡിറ്റ്സ് ഇന്ന് സുനിൽ കുരുവിളയ്ക്കൊപ്പം. നമസ്കാരം സാർ. നന്ദി ശബാന. ഒരുപാട് സന്തോഷം നിങ്ങളുടെ ജനറേഷനിലുള്ള ഒരു യങ് കൗൺസിലറുമായിട്ട് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റുമായിട്ട് ഈ ഒരു പ്രോഗ്രാം പങ്കിടുന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. നമുക്കറിയാം, ഇപ്പോഴത്തെ ഒരു സൊസൈറ്റി മൊത്തത്തിൽ നിന്ന് വീക്ഷിക്കുമ്പോൾ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവില്ല. 27 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ സാർ ഒരുപക്ഷെ തുടക്കത്തിലെടുത്ത ചലഞ്ചസ് ഒന്നും ഇപ്പോൾ ഒരു ചലഞ്ചേ അല്ലാത്ത രീതിയിലേക്ക് യൂത്ത് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു മാറ്റത്തെ എങ്ങനെയാണ് ഒരു ട്രെയിനർ എന്നുള്ള രീതിയിൽ കാണുന്നത്? ഞാൻ ഈ രംഗത്തേക്ക് ആദ്യം വരുമ്പോൾ എൻ്റെ മനസ്സിലൊരു യൂത്ത് എംപവർമെൻ്റ്, അല്ലെങ്കിൽ ഒരു യൂത്തിന് വേണ്ട ട്രെയിനിങ് കൊടുക്കുക, അവരെ കൂടുതൽ എംപ്ലോയബിൾ ആക്കുക, എഡ്യൂക്കേറ്റഡ് ആക്കുക, പവർഫുൾ ആക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു രീതിയിലേക്കാണ് ഇതിലേക്ക് വന്നത്. പ്രത്യേകിച്ച് ഞാൻ ഒരു അബ്ദുൽ കലാമിൻ്റെ വിഷൻ 2020 എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിന് ചുവട് പിടിച്ചാണ് ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്. അപ്പം അതിൻ്റെ ഒരു ആശയപ്രകാരം യുവജനങ്ങളെ കൂടുതൽ രാജ്യത്ത് നല്ല പവർഫുൾ സിറ്റിസൺസ് ആക്കുക. അപ്പം അതിന് പറ്റുന്ന രീതിയിലാണ് ഇൻസൈറ്റ് മിഷൻ എന്ന് പറയുന്ന ഒരു NGO സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷേ ഞാൻ കേരളത്തിൽ ഈ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് മനസ്സിലായത്, നമ്മുടെ യൂത്തിനെ നമുക്ക് എന്തെങ്കിലും തരത്തിൽ ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ അതിന് തടസ്സമായി നിൽക്കുന്ന 2 വലിയ ഫോഴ്സസ് ഉണ്ട്. അത് പേരൻസും ടീച്ചേഴ്സുമാണ്. അല്ലെങ്കിൽ അതാണ് സൊസൈറ്റി എന്ന് പറയുന്നത്. ആ സൊസൈറ്റിയുടെ ഒരു ഔട്ട്കം മാത്രമാണ് ഈ യൂത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പരിധി വരെ യൂത്തിന് വേണ്ടിയാണ് ഞാൻ ഈ രംഗത്ത് വന്നതും. ആദ്യകാലത്തെ പ്രവർത്തനങ്ങളെല്ലാം അതിനനുസരിച്ചാണ് എല്ലാം ഡിസൈൻ ചെയ്തത്. പിന്നെ അത് മുഴുവൻ പൊളിച്ച് കളയേണ്ട വന്നു. പിന്നെ ഞാൻ ടീച്ചേഴ്സിലേക്കും പേരൻസിലേക്കുമാണ് പ്രവർത്തനങ്ങൾ മാറ്റിയത്. കാരണം അത് കൂടുതൽ ഫ്രൂട്ട്ഫുള്ളായിട്ട് കാണുന്നുണ്ട്. നമ്മൾ ടീച്ചേഴ്സിൽ വരുത്തുന്ന മാറ്റങ്ങളും പേരൻസിൽ വരുത്തുന്ന മാറ്റങ്ങളും കുട്ടികളിൽ, യുവജനങ്ങളിൽ വലിയ മാറ്റമായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പോലെ എപ്പോഴാണ് കുട്ടികൾക്ക് അവരുടെ ഒരു പേഴ്സണാലിറ്റിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ചേഞ്ച് വരണമെന്നൊക്കെയുള്ള കാര്യങ്ങളിലൊരു ബോധ്യം ഉണ്ടായി തുടങ്ങുന്നത്? എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഞാൻ തുടങ്ങിയ സമയത്തൊക്കെ ഒരു 13 വയസ്സിന് ശേഷമുള്ള കുട്ടികളോടെ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സ്ഥിതി ഉണ്ടായിരുന്നു തുടങ്ങിയ സമയത്ത്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളോട് എനിക്ക് തോന്നുന്നു ഒരു 9 ഇയേഴ്സ് 10 ഇയേഴ്സ് ഒക്കെ ആകുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അവർക്ക് അങ്ങനത്തെയൊക്കെ ചില ചിന്തകളൊക്കെ വരുന്നു. അവർ പലതിനെയും അപ്പോൾ അവരുടെ എക്സ്പോഷർ കൂടുതലാണ്. അവർക്കിപ്പോൾ പണ്ട് നമ്മൾ 13 വയസ്സിൽ കണ്ടതൊക്കെ ഇപ്പോൾ ഒരു 9 വയസ്സിലും 10 വയസ്സിലൊക്കെ അവർക്ക് കാണാൻ കഴിയുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു 9-10 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ഡിസ്കഷൻസ് അവരുടെ ഇടയിൽ കൊടുക്കാനൊക്കെ കഴിഞ്ഞാൽ നല്ലതാണ്. ഒരുപക്ഷെ അങ്ങനെ ഹെൽത്തി ഡിസ്കഷൻസ് ഉള്ള വീടുകളിൽ നിന്നൊക്കെ വരുന്ന കുട്ടികളല്ലേ, അങ്ങനത്തെ മെൻറ്റേഴ്സൊക്കെ ഉള്ള കുട്ടികൾ കുറേ കൂടി നേരത്തെ ഓർഗനൈസ്ഡ് ആകുന്നു, ഡിസിപ്ലിൻഡ് ആകുന്നു എന്ന് കാണാൻ പറ്റുന്നുണ്ട്. കുട്ടികൾക്ക് ഈ മെൻറ്ററിങ് കൊടുക്കുമ്പോൾ നമ്മളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ്. ഇപ്പോൾ ഒരു സ്കൂൾ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തു, അതിന് ഒരു കൗൺസിലറിനെ അല്ലെങ്കിൽ ഒരു ട്രെയിനറെയൊക്കെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ പലപ്പോഴും പേരൻസ് ഇതിൻ്റെ ഒരു ആവശ്യം എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അവയർനെസ് നമ്മൾ കൊടുക്കേണ്ട ഒരു ഏരിയ അതാണ്. കാരണം ഇങ്ങനെ ഒരു മെൻറ്ററിങ് കിട്ടിയാൽ, ഇങ്ങനെ ഒന്ന് പോളിഷ് ചെയ്ത് കൊടുത്താൽ പല കുട്ടികളും ചിലപ്പോൾ ഭയങ്കരമായിട്ട് മാറ്റം ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് കൗൺസിലിംഗ് പോലാണല്ലോ ഒരു ട്രെയിനിങ് സെഷൻ പോകുന്നത്. അപ്പോൾ എത്രത്തോളം ഈ ഒരു പേരൻസിൻ്റെ ഇങ്ങനെ ഒരു മാറി നിൽക്കുന്നത് സാറിന് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇതിലത് പേരൻസ് മാത്രമല്ല മാറി നിൽക്കുന്നത്. ഞാൻ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് 4,000-ന് മുകളിൽ പ്രോഗ്രാമുകൾ സ്കൂളുകളിൽ അല്ലെ കോളേജുകളിൽ അല്ലെ ഒരു പബ്ലിക്കിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരാളാണ്. ഒരുപക്ഷെ അത്രയും പ്രോഗ്രാം ചെയ്തിട്ടുള്ള ആൾക്കാർ അധികം ജീവനോടെ കാണുമെന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. കാരണം എൻ്റെ മക്കളൊക്കെ തന്നെ എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ ആദ്യകാലത്തൊക്കെ ഭയങ്കരമായിട്ട് ഓടി നടന്ന് എന്ന് പറഞ്ഞാൽ ചിലപ്പം ഒരു റെമ്യൂണറേഷനും ഇല്ലെങ്കിൽ പോലും ഈ പ്രോഗ്രാമുകൾ കൂടുതൽ ആൾക്കാരിൽ ഇത് എത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭ്രാന്തമായി ഓടിയിരുന്ന ഒരു കാലമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്, ഈ നടക്കുന്ന ആൾക്കാർക്ക് പോലും ഇതിലൊരു വിശ്വാസമില്ല പല ആൾക്കാരും. പക്ഷെ അവർക്ക് നടത്താൻ ഒരു ടെക്നിക്കലായിട്ട് മാത്രം ഇത് നടത്തുകയാണ്.
ഒരു സ്കൂളിലെ പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞത് ഇതുകൊണ്ടൊന്നും പിള്ളേർ നന്നാവില്ലെന്ന് എനിക്കറിയാം, എന്നാലും ഇതിപ്പോൾ നടത്തിയൊരു റിപ്പോർട്ട് കൊടുക്കണം, അതിനു വേണ്ടി ചെയ്യുന്നതാണ്. ഇങ്ങനെയൊക്കെയുള്ളവരാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്. ഇപ്പോൾ പേരൻസിനൊരു പ്രോഗ്രാം, ഒരു കൗൺസിലിംഗ് പ്രോഗ്രാം ഒക്കെ വെച്ചാൽ അതിൽ പേരൻസ് പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ആ ടീച്ചേഴ്സ് ഭയങ്കര എന്തൂസിയാസത്തോടെ ആയിരിക്കണം അത് പേരൻസിനോട് പറയുന്നത്. അല്ല ഒരു പ്രിൻസിപ്പൽ ഒരു നോട്ടീസ് കൊടുത്തുകൊണ്ട് ആരും വരില്ല, ഓരോ ക്ലാസ് ടീച്ചറും പറയാണ്. അപ്പോൾ ഇത് ഏറ്റവും ഇഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ടീച്ചേഴ്സിന് നല്ല ട്രെയിനിങ് കിട്ടിയ സ്കൂളുകളിൽ അത് നല്ലതാണെന്ന് ടീച്ചേഴ്സ് രുചിച്ചറിഞ്ഞതിന് ശേഷം അവരവരുടെ പേരൻസിനോട് പറയാണ് ഇത് എനിക്കൊത്തിരി ഗുണം കിട്ടി, എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഗുണം കിട്ടി, നിങ്ങൾ ആരും ഇത് മിസ് ചെയ്യരുത്, ഇത് വന്ന് കേൾക്കണമെന്ന് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഓൾമോസ്റ്റ് ഒരു എബോവ് 90% ആണ് അതിൻ്റെ പാർട്ടിസിപ്പേഷൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും പേരൻസാണ് അതിൻ്റെ രണ്ടാമത്തെ ഇതിൽ വരുന്നത്. ഇതും കഴിഞ്ഞിട്ട് ഈ പേരൻസാണ് കുട്ടികളോട് പറയുന്നത് മക്കളെ നിങ്ങൾക്ക് ഇന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, അത് ശരിക്കും ഉപയോഗപ്പെടുത്തണം, അറിയാത്ത കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യണം. അപ്പം അതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ടീച്ചേഴ്സ് ഇതിൽ വിശ്വാസമുള്ളവരാവണം. പക്ഷെ ഇതിനകത്ത് വേറൊരു പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി ഞാൻ കാണുന്നത് ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യുന്ന ആളല്ല പേരൻറ്റിനെ ട്രെയിൻ ചെയ്യുന്ന ആളല്ല കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കണക്ഷൻ ഒന്നും കിട്ടുന്നില്ല. പലപ്പോഴും ഇത് ഒരു നമ്മൾ ഈ അന്യസംസ്ഥാന തൊഴിലാളികളെ വിളിച്ച് തിളപ്പിച്ചിട്ട് വിടുന്നത് പോലെയുള്ള ഒരു പ്രവർത്തനമായിട്ട് ഇത് അവസാനിക്കുന്നത് അതുകൊണ്ടാണ്. ഇതിനകത്തൊരു വൈകാരികത, ഒരു ഇൻറ്റിമസി സൃഷ്ടിക്കാൻ അതിൻ്റെ ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സും ശ്രമിക്കാമെങ്കിൽ അതിൻ്റെ അൾട്ടിമേറ്റ് ബെനിഫിറ്റ് നമ്മുടെ പലയിടത്തും പറയും കുറെ ഗെയിംസ് ചെയ്യിപ്പിച്ചാൽ പോരെ, കുറെ കുട്ടികളെ എന്റർടൈൻ ചെയ്താൽ കുറച്ച് നേരം ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അത് മതി. ഇപ്പം ഞങ്ങളുടെയൊക്കെ പള്ളികളിൽ പോലും, എന്തിനാ പറയുന്നത്, ആരാധനാലയങ്ങളിൽ പോലും കുട്ടികളുടെ പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരെയും കൂടി ഇങ്ങനെ തുള്ളിക്കുന്നതാണ്. കുറേ തുള്ളൽ, കളികൾ, ഇതിൻ്റെ ഇടയിൽ ഒരു കണ്ടൻറ്റും അവർക്ക് കിട്ടുന്നില്ല. അപ്പം പിന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ ഈ പല മോഡേൺ ട്രെയിനേഴ്സും പറയുന്നത് പ്ലേ വേ ആയിട്ടാണ് നമ്മൾ കളിപ്പിച്ചാലൊക്കെ ഇതുള്ളൂ. ഒക്കെ കളിപ്പിച്ചോ, കുഴപ്പമില്ല, പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ കുട്ടിയുടെ അതിലേക്ക് അത് എത്തുന്നുണ്ടോ? പലപ്പോഴും അത് എത്തുന്നില്ല. ഈ കളിയുടെ ഇടയിൽ അതുകൂടെ അങ്ങ് പോവാണ്. അപ്പം ഈ ഒരു കൗൺസിലിങ്ങിൻ്റെ പർപ്പസ് എന്താണ്, സൈക്കോളജിയുടെ പർപ്പസ് എന്താണ്, ഇങ്ങനെയുള്ള സെഷൻസിൻ്റെ പർപ്പസ് എന്താണ്, അത് ആ വെരി പർപ്പസ് ഡിഫീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് കയ്യടി വാങ്ങിക്കുക എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പേരിന് വേണ്ടി നടത്തിയത് കൊണ്ടോ കാര്യമില്ല. പക്ഷെ ശരിയായ രീതിയിൽ കുട്ടികൾക്ക് അതിപ്പം ഇതൊന്നും വേണ്ട, പേരൻസ് തന്നെ ഇത്തരത്തിൽ എംപവേർഡ് ആണെങ്കിൽ അത്തരം വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികളിൽ അതിൻ്റെ മാറ്റം നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ചില ടീച്ചേഴ്സ് ഇത്തരത്തിൽ വളരെ ട്രെയിൻഡാണ്, വളരെ നന്നായി വായിക്കുകയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും കുട്ടികളുടെ ഓരോ പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാമെന്ന് മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുള്ള നല്ല ടീച്ചേഴ്സ്. അത്തരം ടീച്ചേഴ്സ് ലീഡ് ചെയ്യുന്ന ക്ലാസ്സിലെ കുട്ടികളിൽ വലിയ ഡീപ്പ് ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പോൾ ഇതിന് പ്രത്യേകമായിട്ടൊരു ഒരു പ്രൊഫഷണൽ തന്നെ വരണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഡെഫിനറ്റ്ലി ഒരു വാക്സിനേഷനാണ്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ ഭയങ്കര ഒരു കലാമിറ്റി ഉള്ളൊരു വേൾഡിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുമ്പോൾ അവിടെ ഒരു പ്രതിരോധ ശക്തിയായിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാവും തീർച്ചയായിട്ടും.